ആമുഖം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും മനുഷ്യരാശിക്ക് സന്മാർഗം കാണിച്ചു തരാനായി ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തു. ആ പ്രവാചകന്മാരിലേക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ വചനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനും വിശ്വസ്തനുമായ ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. യാ റൂഹുൽ അമീൻ, ഹിറയുടെ മൗനത്തിൽ വന്ന ദൂതൻ, പ്രകാശമായി വഹ്യ് അരുളി ആ പുണ്യ ഖൽബിൽ ചേർന്നു. ജിബ്രീൽ ഭൂമിക്കും മീതെ ആകാശത്തിലും കൂടെ നിന്നു അവിശ്വസ്ത രൂപം. ജിബ്രീൽ 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 ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും മനുഷ്യരാശിക്ക് സന്മാർഗം കാണിച്ചു തരാനായി ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തു. ആ പ്രവാചകന്മാരിലേക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ വചനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനും വിശ്വസ്തനുമായ ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. ലോകത്തിന്റെ വെളിച്ചമായി കടന്നുവന്ന അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത്. ഹിറാ ഗുഹയിലെ നിശബ്ദതയിൽ തുടങ്ങിയ ആ ആത്മീയ ബന്ധം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിലും തണലായി കൂടെയുണ്ടായിരുന്നു. ആകാശലോകത്തെ രഹസ്യങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളും ഭൂമിയിലെ പ്രിയപ്പെട്ട പ്രവാചകരിലേക്ക് എത്തിച്ച ആ വലിയ ചരിത്ര നിയോഗത്തിന്റെ കഥ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെയും അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ ഭക്തിയുടെയും വിവരണമാണ്. സത്യവിശ്വാസികൾക്ക് ഏറെ പാഠങ്ങൾ നൽകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ പരിശുദ്ധമായ ചരിത്രം നമുക്ക് നോക്കാം. അള്ളാഹുവിന്റെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹുവിനും ഇടയിലുള്ള പാലമായിരുന്നു. മക്കയിലെ ഹിറാ ഗുഹയിൽ ഏകാന്തനായി ഇരിക്കുകയായിരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു ദിവസം പ്രഭാമയനായ ഒരു അതിഥി കടന്നുവന്നു. അത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ആ നിമിഷത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിക്കുകയും അള്ളാഹുവിന്റെ ആദ്യ വചനങ്ങൾ ഓതിക്കൊടുക്കുകയും ചെയ്തു. അന്നു മുതൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെയുള്ള 23 വർഷക്കാലം ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ടായിരുന്നു. ഒരിക്കൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഇരിക്കുമ്പോൾ തിളങ്ങുന്ന വെള്ളവസ്ത്രം ധരിച്ച അതിസുന്ദരനായ ഒരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. യാത്രാക്ഷീണം ലവലേശമില്ലാത്ത ആ വ്യക്തി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിരുന്ന് ഇസ്ലാമിനെക്കുറിച്ചും ഈമാനിനെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിലൂടെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. അത്ഭുതകരമായ മറ്റൊരു സംഭവം ഇസ്രാ മിഅ്റാജ് യാത്രയാണ്. അന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുറാഖ് എന്ന വാഹനത്തിൽ ആകാശലോകങ്ങളിലേക്ക് കൊണ്ടുപോയതും അള്ളാഹുവിന്റെ അരികിലേക്ക് വഴി നടത്തിയതും ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. ആ യാത്രയിൽ തന്റെ 600 ചിറകുകളുള്ള യഥാർത്ഥ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. യുദ്ധക്കളങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്തും ആശ്വാസവും പകർന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗ സമയത്ത് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിക്കാനായി വന്നപ്പോൾ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാമും ഉണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇഹലോകവാസം വെടിയുന്ന ആ നിമിഷത്തിൽ ആശ്വാസവാക്കുകൾ പറഞ്ഞ് അള്ളാഹുവിന്റെ സന്ദേശവാഹകൻ അരികിലുണ്ടായിരുന്നു. അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ അനുസരണയും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിയായ സ്നേഹവും നിറഞ്ഞതായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഓരോ നിമിഷങ്ങളും. ഇത്തരത്തിൽ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ വിശ്വസ്തയോടെ എത്തിച്ചുകൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യമാണ്. യാ ജിബ്രീൽ യാ റൂഹുൽ ഖുദ്സ്. ഹിറാ ഗുഹയിൽ വന്ന മലക്ക് നൂറിൻ സന്ദേശം കൊണ്ടുവന്നു. മുഹമ്മദ് നബിക്കായി വഹ്യ് നൽകി. യാ ജിബ്രീൽ സലാം അലൈക്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ തണലിലായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന ആ വേദന നിറഞ്ഞ നിമിഷത്തിൽ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാമിനൊപ്പം ജിബ്രീൽ അലൈഹിസ്സലാമും അരികിലുണ്ടായിരുന്നു. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകരോട് പറഞ്ഞു, അള്ളാഹു അങ്ങയെ കാണാൻ കൊതിക്കുന്നു.
അള്ളാഹുവിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമിടയിൽ വിശ്വസ്തനായ ദൂതനായി പ്രവർത്തിച്ച ജിബ്രീൽ അലൈഹിസ്സലാം ആ അന്ത്യനിമിഷത്തിലും തന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ആശ്വാസമായി നിന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒട്ടും കുറയാതെയും കൂടാതെയും ഭൂമിയിലെത്തിച്ച ആ വലിയ ദൗത്യം ജിബ്രീൽ അലൈഹിസ്സലാം പൂർത്തിയാക്കി. സ്വർഗലോകത്തെ വിശേഷങ്ങളും നരകത്തിലെ മുന്നറിയിപ്പുകളും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിച്ചത് ഈ മഹാനായ മലക്കിലൂടെയാണ്. അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ അനുസരണയും പ്രവാചകരോടുള്ള അളവറ്റ സ്നേഹവും നിറഞ്ഞ ആ ബന്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമാണ്. ഈ ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവാചകനോടുള്ള സ്നേഹം വർദ്ധിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാനുമുള്ള പ്രചോദനം ലഭിക്കട്ടെ. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ കഥകളും പ്രവാചക ചരിത്രങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. യാ റൂഹുൽ അമീൻ, ഹിറയുടെ മൗനത്തിൽ വന്ന ദൂതൻ പ്രകാശമായി വഹ്യ് അരുളി ആ പുണ്യ ഖൽബിൽ ചേർന്നു. ജിബ്രീൽ ഭൂമിക്കും മീതെ ആകാശത്തിലും കൂടെ നിന്നു അവിശ്വസ്ത രൂപം. ജിബ്രീൽ 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 ജിബ്രീൽ. യാ ജിബ്രീൽ യാ റൂഹുൽ ഖുദ്സ്. ഹിറാ ഗുഹയിൽ വന്ന മലക്ക് നൂറിൻ സന്ദേശം കൊണ്ടുവന്നു. മുഹമ്മദ് നബിക്കായി വഹ്യ് നൽകി. യാ ജിബ്രീൽ സലാം അലൈക്. യാ റൂഹുൽ അമീൻ, ഹിറയുടെ മൗനത്തിൽ വന്ന ദൂതൻ പ്രകാശമായി വഹ്യ് അരുളി ആ പുണ്യ ഖൽബിൽ ചേർന്നു. ജിബ്രീൽ ഭൂമിക്കും മീതെ ആകാശത്തിലും കൂടെ നിന്നു അവിശ്വസ്ത രൂപം. ജിബ്രീൽ ജിബ്രീൽ